ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം. എല്ലാവരും എന്ത് പറയണു? സുഖമായിട്ടിരിക്കുക, സന്തോഷത്തോടിരിക്കുക. അപ്പോൾ എനിക്ക് സുഖമാണ്, ഞാൻ സന്തോഷത്തോടെ അങ്ങനെ പോണു. അപ്പോൾ പതിവോട് തന്നെ നമ്മുടെ ബോട്ടിലായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് സുന്ദരി കുട്ടപ്പിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്, പെയിൻ്റൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കളർ എങ്ങനെ കിട്ടിയെന്ന് അറിയണ്ടേ? അപ്പോൾ പറയുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഒന്ന് പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക കേട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കായി നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ കളർ എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. ഈ കളർ വൈറ്റും വയലറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. വയലറ്റ് കുറച്ചും വൈറ്റ് കൂടുതലും എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കളർ കിട്ടും. നല്ല ക്യൂട്ട് കളറാണ് കേട്ടോ, നല്ല കളറാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ്. ഇത് നമ്മൾ കഴിച്ചിട്ട് എപ്പോഴും കളയുന്നൊരു സാധനമാണ്, അതായത് മുന്തിരിങ്ങയുടെ തണ്ട് ചെറിയ ചെറിയ പീസാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് നന്നായിട്ട് ഉണങ്ങിയ തണ്ടാണ്, പച്ചമയമില്ല, അതായത് പച്ചപ്പില്ലാത്ത തണ്ടാട്ടോ ഇത്. അപ്പോൾ പച്ച ആണെങ്കിൽ തന്നെ അത് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം കേട്ടോ, വെള്ളമയം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അത് ഞാൻ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് കുപ്പിയിലോട്ട് ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ കുപ്പിയിലോട്ട് ഒട്ടിക്കുന്നത് നമ്മൾ അതായത് ഫെവി ബോണ്ടോ അല്ലെങ്കിൽ ഗ്ലൂ ഗൺ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഗ്ലൂ വെച്ചിട്ട്, നന്നായിട്ട് ഒട്ടുന്ന ഗ്ലൂ വെച്ചിട്ട്, ഫെവിക്വിക്ക് പോലത്തെ ഏതെങ്കിലും ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ അതായത് ഗ്ലൂ ഗൺ വേണമെന്ന് തന്നെ ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഗ്ലൂ ഗൺ ഉണ്ട്, അതുകൊണ്ടാണ് ഗ്ലൂ ഗൺ വെച്ചിട്ടിരിക്കുന്നത്, കുറച്ചും കൂടെ ഫിക്സ് ആയിട്ട് ഇരുന്നോളൂ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിത് ഇതുപോലെ കുറച്ചായിട്ട് എടുത്ത് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഏത് ഷേപ്പാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു കുപ്പിയുടെ ഒരു ഭാഗം മാത്രമേ ചെയ്യുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ ഒട്ടിക്കുന്നത്. കാരണം കുറച്ചേ ഉള്ളൂ, എപ്പോഴും എടുത്ത് വയ്ക്കും. പക്ഷേ ഈ ഒരു മുന്തിരിങ്ങയുടെ തണ്ട് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും എടുത്ത് വെക്കുന്നതാണ് ഞാൻ. പക്ഷെ അത് പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ എടുത്ത് കളയൊക്കെ ചെയ്യും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഇത്തവണ ചെയ്യാമെന്ന് പറഞ്ഞ് എടുത്തപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ഉള്ളതോണം പോലെ ഞാൻ ഈ ഒരു ഷേപ്പിലങ്ങ് ഒട്ടിച്ചേക്കും. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഞാൻ എടുക്കുന്ന ഈ ഒരു ഷേപ്പിലാണ് ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് ചുറ്റി വേണമെങ്കിൽ ഒട്ടിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷേപ്പിലൊക്കെ ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ ട്രൈഡ് പിക്സൊക്കെ എൻ്റെ ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ ഇൻസ്റ്റാ പേജിന് ലിങ്ക് ഞാൻ കൊടുക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അതിലൂടെ നിങ്ങൾ അയച്ചു തരിക. അപ്പോൾ അതിൽ കയറുമ്പോൾ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ആ ഒട്ടിച്ച് വെച്ച ആ ഒരു തണ്ടിലേക്ക് നമ്മൾ ഓരോരോ ചെറിയ മുത്തുകൾ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ ഗോൾഡൻ കളറിലെ മുത്താണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് ഏത് കളർ മുത്തും ചെയ്യാം. അതായത് കളർ ഏതായാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മളത് പിന്നീട് പെയിൻറ്റ് ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ. അപ്പോൾ അതുകൊണ്ട് കളറിനൊരു കുഴപ്പമില്ല. അപ്പോൾ മുത്ത് ഓരോന്നായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ബ്ലാക്ക് കളർ കൊടുക്കാം കേട്ടോ. ബ്ലാക്ക് കളർ ഞാൻ ആദ്യം ബ്രഷ് കൊണ്ട് കൊടുത്തു, അപ്പോൾ അത്ര സുഖം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് സ്പോഞ്ച് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് സ്പോഞ്ചിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് മുക്കിയിട്ട് ഒന്ന് ചെയ്തു. അത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഉള്ളിലോട്ട് ചെയ്യുമ്പോൾ ബ്രഷ് കൊണ്ട് തന്നെ ഉള്ളിലോട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം ഒന്ന് സ്പോഞ്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് എല്ലായിടത്തും എത്തും. പിന്നീടൊന്ന് ഉള്ളിലോട്ട് ഒരു ബ്രഷ് കൊണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലായിടത്തും ബ്ലാക്ക് കളർ കൊടുക്കുക, ആ ഒരു മുത്തിനും സ്റ്റെമ്മിനും കൊടുക്കുക. ഇതുപോലെ കണ്ടോ, ഇതുപോലെ ഈസി അല്ലേ, ഈസി പരിപാടിയാണ്, നമ്മൾ തിന്നിട്ട് കളയണ സാധനമാണ്. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ കൊടുത്തു. അപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്, എന്നാലും പോരല്ലോ, ഇനിയും നമുക്ക് കുറച്ചും കൂടെ ഭംഗിയാക്കണ്ടേ. നമുക്ക് കുറച്ചും കൂടെ ഭംഗിയാക്കിയാലേ ഒരു സംഭവമായി മാറുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ മെറ്റാലിക് ഷെയ്ഡ്സ് എടുക്കണം. മെറ്റാലിക് ഷെയ്ഡ്സ് എടുക്കുമ്പോൾ ബ്ലാക്ക് കളർ കൊടുത്തിട്ട് പിന്നെ മെറ്റാലിക് ഷെയ്ഡ് കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഞാൻ പച്ച കളർ, അതായത് മെറ്റാലിക് ഗ്രീൻ, അതാണ് കൊടുത്തത്. അത് ബ്രഷ് വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ഈ മുത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, മുത്തിന് നമ്മൾ പേൾ വൈറ്റ് കൊടുക്കുകയാണ്. പേൾ വൈറ്റ് അല്ല, ശരിക്കും പേൾ മുത്തുകളുണ്ടാവും വൈറ്റ് കളറിലെ, അതുപോലെ തന്നെ പേൾ വൈറ്റ്, മെറ്റാലിക് വൈറ്റ് നമ്മൾ ഇതുപോലെ ആ മുത്തിനൊന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, ബ്ലാക്ക് കൊടുത്തിട്ട് എന്തിനാണ് പിന്നെ പേൾ കൊടുക്കുന്നതെന്ന് ചോദിക്കും അല്ലേ, പേൾ നേരെ ഒട്ടിച്ചാൽ പോരേന്ന് ചോദിക്കുക. അതെനിക്ക് അത്ര സുഖം തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതി എടുത്തത് കേട്ടോ. എന്നിട്ട് നമ്മൾ അവസാനം ഇതൊക്കെ ചെയ്തതിന് ശേഷം ഒരു സുഖം തോന്നിയില്ല എനിക്ക്. അപ്പം ഞാൻ എന്ത് ചെയ്ത്,
എപ്പോഴും ആ ബ്ലാക്കൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഒരു ഗോൾഡൻ ഫിനിഷ് കൊടുത്തില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ. അപ്പോൾ ഗോൾഡൻ കളർ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങ് ചേർത്തി അങ്ങ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റെമ്മിൻ്റെ ഇടയിലും പിന്നെ ബോട്ടിലും ഒക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. അപ്പോൾ ഇത് ഞാൻ അവിടെ ഇവിടെയൊക്കെ അങ്ങോട്ട് കഴുത്തിൻ്റെ ഭാഗം ഒക്കെ ഒന്ന് ചുമ്മാ ടച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്. നമ്മൾ കഴിച്ചിട്ട് കളയുന്ന ഈ ഒരു സാധനം കൊണ്ട് നല്ല ഭംഗിയാക്കി എടുക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ അടിപൊളിയല്ലേ പരിപാടി, എളുപ്പമാണ്. അപ്പോൾ മുന്തിരിങ്ങയുടെ തണ്ടുകൾ ഇനി കളയണ്ട, ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 3 മെറ്റാലിക് ഷെയ്ഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് മെറ്റാലിക് ഗ്രീൻ, മെറ്റാലിക് ഗോൾഡ്, പെയിൻറ്റോ പൊടിയോ ഉപയോഗിക്കാം, പിന്നെ പേൾ വൈറ്റ്. ഈ മെറ്റാലിക് ഷെയ്ഡ്സിന് 25 രൂപയാണ് കേട്ടോ ബോട്ടിലിന്. അപ്പോൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം നന്നായിട്ട് ഉണക്കിയതിന് ശേഷം പെയിൻറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ വാർണിഷ് അപ്ലൈ ചെയ്യണം. ഏതെങ്കിലും വാർണിഷ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ പൂപ്പലിനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം ഇതുപോലത്തെ ഫുഡ് ഐറ്റംസ് അതുപോലെ തന്നെ ഡ്രൈഡ് ലീവ്സൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ പൂപ്പൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ വാർണിഷ് അപ്ലൈ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈഡ് പിക്സ് ഒക്കെ നമുക്ക് അയച്ചു തരിക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.